ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റോസ് ഫ്ലവർ ആണ്. നമ്മൾ സാറ്റിൻ റിബൺ ഉപയോഗിച്ചിട്ടാണ് റോസ് ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് 20 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളൊരു സാറ്റിൻ റിബൺ ആണ്. അപ്പോൾ ഇത് അതേപോലെ നമുക്ക് പിന്നെ വേണ്ടത് ഒരു സൂചിയാണ്. സൂചി നമുക്ക് നീളത്തിൽ ഹോൾ വരുന്ന ടൈപ്പ് സൂചി ഇല്ലേ, ഇതേപോലത്തെ നീളത്തിൽ ഹോൾ വരുന്ന ടൈപ്പ് സൂചിയാണ് ആവശ്യമായിട്ട് വരുന്നത്. അതിന് ശേഷം നമ്മൾ സൂചിയിൽ ഒരു ഇഞ്ച് നീളത്തിൽ സൂചിയും അതേപോലെ റിബണിൻ്റെ ഒരു ഇഞ്ച് വിട്ടതിന് ശേഷം വലത് സൈഡിലായിട്ട് അറ്റത്തെ ഭാഗത്തായിട്ടൊന്ന് കുത്തി ഇടത് ഭാഗത്തേക്ക് എടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ വലത് ഭാഗത്ത് കുത്തിയതിന് ശേഷം റിബൺ ഒന്ന് തിരിച്ചു കൊടുക്കുക. പിന്നെ വലത് ഭാഗത്ത് തന്നെയാണ് നമ്മൾ കുത്തിയെടുക്കുന്നത്. റിബണ് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ എല്ലാ ഇതും റിബൺ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. സൂചി ഒന്നും ചെയ്യേണ്ട. സൂചി നമ്മൾ ആയി ഒരു ഇഞ്ചിൽ തന്നെ പിടിക്കുക. അതിന് ശേഷം റിബണ് ഇങ്ങനെ ഓരോ വലത് സൈഡ് കുത്തിയതിന് ശേഷം ഒന്ന് റിബൺ തിരിച്ചു കൊടുക്കുക. വീണ്ടും വലത് സൈഡിൽ തന്നെ കുത്തുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുക. പിന്നെന്താണ്, പിന്നെ ഇത് തന്നെയാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇത് ഫുള്ളായിട്ട് ഈ ഒരു അറ്റം വരെ നമുക്ക് ഇതേപോലെ സൂചി കൊണ്ട് കുത്തിയെടുക്കണം. എന്നിട്ട് തിരിച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു അറ്റത്തെ ഭാഗം എത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്നില്ലേ, ഈ അറ്റത്തെ ഭാഗം ഒന്ന് നമുക്ക് ഉരുക്കി കൊടുക്കണം. ലൈറ്റർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം, ഇല്ലെങ്കിൽ നൂല് വലിയും. അതുകൊണ്ടാണ്. അപ്പം അതിന് ശേഷം ഈ അറ്റത്തെ ഭാഗം ഒന്നും കൂടെ സൂചിനെ കൊണ്ടൊന്ന് കുത്തിയിട്ട് നമ്മൾ സൂചി ഇനി തിരിച്ചെടുക്കണം. അതായത് ഹോളുള്ള ഭാഗത്തേക്കാക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഈ ഒരു റിബണിൻ്റെ അറ്റത്തെ ഭാഗമല്ലേ, ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് ഉരുക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നൂല് വലിയുന്നതിനെ കൊണ്ടാണ്. അത് നൂല് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫ്ലവറിൻ്റെ മുകളിൽ ഇങ്ങനെ ആ നൂല് അതേപോലെ കിടക്കും, അതുകൊണ്ടാണ്. എന്നിട്ട് ഇത് ഹോളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ ചെയ്യാം. അതിന് ശേഷം നമ്മൾ സൂചീനെ അടിഭാഗത്ത് വെച്ച് സൂചി ഒന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ച് താഴോട്ട് പതിയെ വലിച്ചിട്ട് തിരിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ ടൈറ്റായിട്ട് താഴോട്ടേക്ക് കിട്ടാണ്ടാവും. അതുകൊണ്ടാണ് സൂചി ഒന്ന് പതുക്കെ വലിക്കുകയും ചെയ്യുക. ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ പതിയെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂചി താഴോട്ടേക്കായിട്ട് വരും. ഇതാ കണ്ടോ, കിട്ടി. അതിന് ശേഷം നമ്മൾ ഈ ഒരു അറ്റത്തെ ഭാഗത്ത് നീളത്ത് കിടക്കുന്ന ഈ റിബണിൻ്റെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ഈ ഭാഗം കൂടി ഒന്ന് ഉരുക്കിയിട്ട് ഫ്ലവറിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞു, ഇത്രയേ പരിപാടിയുള്ളൂ. നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.